നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായിട്ട് ഒരു വ്യക്തിയെ മറന്നു കളയണോ, അല്ലെന്നുണ്ടെങ്കിൽ ഒരു ഇൻസിഡന്റ് മറക്കണോ? ഈ വീഡിയോ കണ്ടു നോക്കുക. പിക്ചറിന്റെ സെന്റർ പോയിന്റിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് നോക്കുക. മറ്റൊരു കാര്യങ്ങളെ ശ്രദ്ധിക്കരുത്, ബാക്കിയെല്ലാം കട്ട് ചെയ്യുക. എന്താണോ നിങ്ങൾ മറക്കാൻ ആഗ്രഹിക്കുന്നത് അതൊഴിച്ച് മറ്റെന്ത് കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. മറ്റെന്ത് കാര്യങ്ങളെന്നാണ് പറഞ്ഞത്. നിങ്ങളിപ്പോ ഓൾറെഡി കൊണ്ടുവന്നിട്ടുള്ളത് എന്താണോ മറക്കാൻ ആഗ്രഹിച്ചത് അത് തന്നെ ആയിരിക്കും. ഈ ഒരു ഇൻസിഡന്റ് എന്ന് പറയുന്നത് അത്രയും ഡീപ്പായിട്ടാണ് നിങ്ങളിലേക്ക് എൻ്റർ ആയിരിക്കുന്നത്. അത് അവിടെ തന്നെ ഉണ്ടായിരിക്കും, നിങ്ങൾക്കത് മറക്കാൻ സാധിക്കത്തില്ല. പക്ഷെ അതിനെ മറ്റു വിധത്തിൽ മാനേജ് ചെയ്യാനും മറ്റു കാര്യങ്ങളിലേക്ക് ഡൈവേർട്ട് ചെയ്യാനും നിങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും. അതെങ്ങനെയാണെന്നുള്ളത് ഫസ്റ്റ് സ്റ്റെപ്പ്, വളരെ കാമായിട്ടുള്ള ശാന്തമായിട്ട് നമുക്ക് സേഫ് എന്ന് തോന്നുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കുക. എന്ത് ഇൻസിഡന്റ് അല്ലെന്നുണ്ടെങ്കിൽ വ്യക്തിയാണോ നിങ്ങളെ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത്, ഈ സംഭവത്തിനെ കുറിച്ചോ വ്യക്തിയെ കുറിച്ചിട്ടോ നന്നായിട്ടൊന്ന് ആലോചിക്കുക. ആ വ്യക്തിയുടെ മുഖം, ആ വ്യക്തിയുമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ഇൻസിഡൻസ്, ഏറ്റവും റിപ്പീറ്റഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന എന്താണോ ആ ഇൻസിഡന്റ് ഓർക്കുന്നതാണ് നല്ലത്. ആ ഇൻസിഡന്റിലായിരിക്കും ഏറ്റവും കൂടുതൽ ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെന്റ് അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുപ്പ് ആ വ്യക്തിയോട് ഉണ്ടായിട്ടിരിക്കുന്നത്. നന്നായിട്ട് ആലോചിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ ഫോക്കസ് ചെയ്തിട്ട് ആലോചിക്കണം. എനിക്ക് എന്തൊക്കെ ചേഞ്ച് ആണ് ഉണ്ടായത്? നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂടി വരാം, നെഞ്ചിടിപ്പ് കൂടാം, വിഷമം വരാം, കരച്ചിൽ വരാം, ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകത്തില്ലേ? എന്തൊക്കെ മാറ്റങ്ങളാണോ നിങ്ങളിൽ ഒബ്സർവ് ചെയ്യുന്നത് ആ മാറ്റങ്ങളെല്ലാം ആ പേപ്പറിലോട്ട് നോട്ട് ചെയ്ത് വെക്കുക. അത് എത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് ചെയ്യാവോ അത്രത്തോളം ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ചെയ്യുക. ബോഡിയിൽ ഉണ്ടാകുന്ന ചേഞ്ച്, മൈൻഡിൽ ഉണ്ടാകുന്ന ചേഞ്ച്, ഇത് രണ്ടും രണ്ട് കോളത്തിൽ സെപ്പറേറ്റ് ആയിട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. പേപ്പറിൽ നിങ്ങൾ തന്നെ കുറിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളെ അനലൈസ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു മെമ്മറി നിങ്ങളിലേക്ക് വരുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ എനിക്കുണ്ടാകും എന്നുള്ളത്. നമ്മൾ എന്താണോ കഴിഞ്ഞ സ്റ്റെപ്പിൽ ചെയ്തത് അതേ കാര്യം